കെ മുരളീധരനും വി.എസ്. സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് തൃശ്ശൂരാണോ എന്ന് നമുക്ക് അറിയില്ല. നോക്കൂ, ഇതാ ഇവരാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാന രാഷ്ട്രീയത്തിലെ 3 കൊല്ലക്കൊമ്പന്മാർ. ഇവരിൽ ആരാണ് നെറ്റിപ്പട്ടമേറ്റുക, ആരാണ് തിടമ്പേറ്റുക എന്നുള്ളതാണ് അറിയാനുള്ളത്. നമുക്ക് മുരളി ജയിക്കുമോ അതോ സുനിൽ ജയിക്കുമോ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരാൻ പോകുന്ന ഈ മണിക്കൂറിലും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലും അത് അതുപട്ടി നിൽക്കുകയാണ്. തൃശ്ശൂരിൽ ബി.ജെ.പി ഒരു അട്ടിമറി വിജയം നേടാൻ ഒരുങ്ങുകയാണോ? ഇപ്പോ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വെച്ച് ഉള്ള സൂചന വെച്ചാണെങ്കിൽ ചിലർ 1 സീറ്റ്, ചിലർ 3 സീറ്റ് വരെ പറയുന്നുണ്ട്. പക്ഷേ ഒറ്റ സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബി.ജെ.പിക്ക് വിജയം. നമ്മുടെ അഭിപ്രായ സർവേയിൽ ബി.ജെ.പിക്ക് 0 മുതൽ 1 വരെ സീറ്റുകളുടെ സാധ്യതയായിരുന്നു. ആ 1-ൽ തൃശ്ശൂരാണ് ഉണ്ടായിരുന്നത്. വളരെ നാരോ എഡ്ജ് മാത്രമാണ് അവിടെ യു.ഡി.എഫ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ അഭിപ്രായ സർവേ ഫലത്തിൽ പറയുന്നതിന് ഒരു കാര്യം +or-3. അതെ, അപ്പൊ ഈ -3യുടെ അല്ലെങ്കിൽ +or-3യുടെ റേഞ്ചിൽ വരുന്ന ഒരു സീറ്റാണ് ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്ക് ടു ക്ലോസ് ടു കോൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോഴും തൃശ്ശൂർ ബി.ജെ.പി ജയിക്കുമോ? 1 സീറ്റ് എങ്കിൽ അത് തീർച്ചയായും തൃശ്ശൂരാണ്. അതിൽ ഒരു സീറ്റും ഇല്ലാതെയും ഇരിക്കാം. കാരണം ബി.ജെ.പിയും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടണേ എന്ന് പ്രാർത്ഥന ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 3 സീറ്റ് എന്നൊക്കെ അമ്പരപ്പിക്കുന്ന പ്രവചനത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. കാരണം 27% വോട്ട് കിട്ടുമെന്ന് ബി.ജെ.പി പോലും വിശ്വസിക്കുന്നില്ല. അവരുടെ പരമാവധി പ്രഡിക്ഷൻ 22%. അത് തന്നെ എത്രത്തോളം 18% ഏറ്റവും കൂടിയാൽ എന്റെ കണക്ക്. ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത് 22% സീറ്റ് വോട്ടാണ്. പക്ഷെ തൃശ്ശൂരിൽ വളരെ ചില അവസാന നിമിഷത്തെ പാറ്റേണുകളിൽ വന്നിട്ടുള്ള മാറ്റം നമ്മൾ കാണാതിരിക്കരുത്. അതിലൊന്ന് സ്വാഭാവികമായും വി.എസ്. സുനിൽകുമാറിന് ഈ 3 സ്ഥാനാർത്ഥികളിൽ നോക്കൂ, വളരെ എളുപ്പത്തിൽ ഒരു തൃശ്ശൂർക്കാരനെ തേക്ക് കാട്ടി വെച്ച് കണ്ടാൽ മോനെ ജോസഫേ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ച് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി സുനിൽകുമാറാണ്. പക്ഷേ ആ സുനിൽകുമാറിന് തൃശ്ശൂർ പൂരം സ്വാഭാവികമായും സുനിൽ അതിൻ്റെ ഒരു പങ്കാളിയാണ്. അതിലെ നടത്തിപ്പുകാരിൽ ഒരാളെന്നതിനേക്കാൾ ഒരു പൂരപ്രേമിയാണ് സുനിൽ. പക്ഷേ ഇത്തവണത്തെ തൃശ്ശൂർ പൂരം അവസാനം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ അലോസരങ്ങൾ, അത് മാറ്റിവെക്കലുകൾ, അതുമായി ബന്ധപ്പെട്ട അലങ്കോലപ്പെടലുകൾ, ഇതെല്ലാം വലിയൊരളവ് അവിടെ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതിന്റെ നേട്ടം കൊയ്യാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിനപ്പുറം സുരേഷ് ഗോപി സ്ത്രീ വോട്ടർമാരെ വലിയ തോതിൽ കയ്യിലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അല്ല, അതിനപ്പുറം ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വോട്ടെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ അറിഞ്ഞ ഒരു കാര്യം, മറ്റ് സമീപ മണ്ഡലങ്ങളിൽ നിന്ന് ബി.ജെ.പിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടർമാരെ അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചേർത്തു. പ്രത്യേകിച്ചും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, അടഞ്ഞുകിടന്ന വീടുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുവന്ന് ചേർത്തു എന്നുള്ളൊരു കാര്യം LDF നേതാക്കൾ പോലും സമ്മതിക്കുന്നുണ്ട്. പുതുക്കാട്, ഒല്ലൂര്, ഗുരുവായൂര്, തൃശ്ശൂര് ഈ 4 മണ്ഡലങ്ങളിലെ വോട്ടുകൾ വളരെ നിർണായകമാവും. തീർച്ചയായും. അതേസമയം തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചത് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായതുപോലെയുള്ള ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഒരു വിഭാഗത്തേക്ക് മാത്രമായി ഉണ്ടായില്ല. ഏതാണ്ട് ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടാവുകയും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചിലർ സമ്മതിക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കൂടുതൽ പോയത് എന്ന് അവർ പറയുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആര് ജയിച്ചാലും ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ആ 15,000 കഴിഞ്ഞ് രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ആളുകൾ തമ്മിൽ പരമാവധി ഒരു 5,000 വോട്ടിന്റെ വ്യത്യാസം. ഗോപകുമാർ സാറിന് എന്ത് തോന്നുന്നു, ആര് ജയിക്കും തൃശ്ശൂർ? വളരെ നല്ലൊരു ത്രികോണ മത്സരമാണ്. കാരണം കേരളത്തിൽ നടന്ന ഏറ്റവും നല്ല ത്രികോണ മത്സരം ഏതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂറാണ്. കാരണം അതുപോലെ ജനകീയതയുള്ള 3 സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അതോടൊപ്പം ആരെയും തോൽപ്പിക്കാൻ പറ്റും, ആരെ ഒഴിവാക്കാൻ പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രതാപൻ അവിടെ നിന്ന് മാറി മുരളീധരൻ വന്നു. വടകരയിൽ വിജയിക്കാൻ മുരളീധരന് സാധ്യത ഉള്ളപ്പോഴും തൃശ്ശൂരിലേക്ക് വരാൻ അദ്ദേഹം നിർബന്ധിതമായത് അവിടെ അതല്ലെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടുന്നൊരു തോന്നൽ സുരേഷ് ഗോപി കൊണ്ടുപോകുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അതേപോലെ ജനകീയനായ സുനിൽകുമാർ മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാതെ ലോക്കലായിട്ടുമുള്ള പരിചയം, അദ്ദേഹത്തിലുള്ള വ്യക്തിത്വം എല്ലാം പരിഗണിക്കുമ്പോൾ സുനിൽകുമാർ അതുപോലെ നല്ലൊരു കാൻഡിഡേറ്റാണ്. ഇനി സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പർ ആയിരുന്നപ്പോഴും വളരെ നന്നായിട്ട് തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി നഴ്സ് ചെയ്തു. കഴിഞ്ഞ 6 വർഷത്തെ രാജ്യസഭാ മെമ്പറായിരുന്നപ്പോൾ തൃശ്ശൂരിൽ നന്നായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. കഴിഞ്ഞ തവണ 2,88,000 വോട്ടുകൾ കിട്ടി. അതിൻ്റെ മുകളിൽ അദ്ദേഹം 1,00,000 വോട്ട് എങ്കിലും കൂടുതൽ കിട്ടാമെങ്കിൽ സുരേഷ് ഗോപിക്കുള്ള വിജയ സാധ്യതയാണ് കാണുന്നത്. മാതൃഭൂമി കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതുപോലെ ഒരു പഠനം ഓൺലൈൻ സ്റ്റഡി നടത്തിയപ്പോൾ അന്ന് നിങ്ങളുടെ ഡേറ്റയും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങളുടെ റിപ്പോർട്ടർമാർ എഴുതിയത് അന്ന് തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിക്ക് ഒരു നേരിയ സാധ്യതയുണ്ടെന്ന് അതിനകത്ത് എഴുതിയിരുന്നു. ഞാനത് കൂടുതൽ അന്വേഷിക്കുകയും അവിടുത്തെ ആ ത്രികോണ മത്സരത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കിയപ്പോഴാണ് 3 പേരും ഇഞ്ചോട്
തലയോടിഞ്ഞ് മത്സരിക്കുന്നത്. കാരണം വളരെ മനോഹരമായ ത്രികോണ മത്സരമാണ്. പക്ഷേ ഇവിടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മാറി മാറി നോക്കുമ്പോൾ അവിടെ അൾട്ടിമേറ്റായിട്ട് എത്തുന്നത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ സാഹചര്യമാണ്. 3 തവണ പ്രധാനമന്ത്രി ക്യാൻവാസ് ചെയ്യാൻ വന്നു, സ്ത്രീകളെ പ്രത്യേകം അഡ്രസ്സ് ചെയ്തു, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ ഫാക്ടേഴ്സും ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, കൺസോളിഡേഷൻ, മൈനോറിറ്റി കൺസോളിഡേഷൻ തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലെ ഇല്ല. മുസ്ലിം വോട്ട് സ്പ്ലിറ്റായിട്ട് കുറച്ച് സുനിൽകുമാറിനും കിട്ടിയിട്ടുണ്ട്, അത് മുരളീധരനും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ വോട്ടുകൾ അതും സ്പ്ലിറ്റായി, അതിൽ നല്ലൊരു ഭാഗം സുരേഷ് ഗോപിക്കും കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഉണ്ടാകാൻ വന്ന മാറ്റവും ഉയർച്ചയും പുരോഗതിയും പിന്നെ സുരേഷ് ഗോപി ജയിച്ചാൽ സൂക്ഷ്മ മന്ത്രിയാകും എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു പൊതുവിൽ അവിടുത്തെ ജനങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെ BJP എന്നുള്ള രാഷ്ട്രീയത്തിനപ്പുറം സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിന് കൂടി വെയിറ്റേജ് നൽകുന്നത് കൊണ്ട് ഒരു നേരിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയാണ്. സുരേഷ് ഗോപിയുടെ വിജയമാണ് ഡോക്ടർ ജി ഗോപകുമാർ പ്രവചിക്കുന്നത്. CP റാഷിദ് എന്ത് പ്രവചിക്കുന്നു? റാഷിദിന്റെ പ്രവചനം കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് ഞാൻ. വടകരയുടെ പ്രവചനമൊക്കെ നമുക്കറിയാം. തൃശ്ശൂരിന്റെ പ്രവചനം പെട്ടെന്ന് പറയും. ശ്രീ അഭിലാഷ്, തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഈ സുരേഷ് ഗോപിയുടെ വരവോട് കൂടി അവിടെ ഈ BJPക്ക് ഉണ്ടായ വോട്ട് വളർച്ച എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ ഒരു അമ്പരപ്പിച്ച ഒരു സംഭവമായിരുന്നു 2019. പക്ഷേ അന്ന് ഈ സുരേഷ് ഗോപി ലാൻഡ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്കുണ്ടായ ഒരു ഇമേജ് അത് പിന്നീട് നോക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ലാൻഡ് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. ഇതിനിടയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇമേജിൽ ചെറിയ രീതിയിൽ ഒരു വേരിയേഷൻ കീഴ്പോട്ട് പോയി എന്നുള്ളതാണ് സുരേഷ് ഗോപി. അത് ഈ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് വന്ന പല വിഷയങ്ങൾ, വിവാദങ്ങൾ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നില്ല. സുരേഷ് ഗോപി സ്വന്തം പാർട്ടി പ്രവർത്തകർക്കെതിരെ എന്നുള്ള രീതിയിൽ വന്ന വീഡിയോകൾ, അതേപോലെ തന്നെ പല വിവാദങ്ങളും ആ തരത്തിൽ വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു പ്രതികൂലം കൂടി വന്നു. അപ്പോൾ ഒരു ബാലൻസിങ് ആയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ചർച്ചയിൽ പരാമർശിച്ച പോലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ വലിയ രീതിയിൽ, ഒന്നാമത് കേരളത്തിൽ വലിയ രീതിയിൽ വോട്ട് ചേർക്കപ്പെട്ട ഒരു മണ്ഡലം തൃശ്ശൂരാണ്, രണ്ടാമത് വടകരയാണ്. അപ്പോൾ ആ വലിയ രീതിയിൽ ഒരു ചേർക്കപ്പെട്ട എന്നുള്ള പ്രയോഗം തന്നെ പ്രയോഗിക്കണം. ചേർക്കപ്പെട്ട ആ വോട്ടുകളിൽ BJP വോട്ടുകൾ വലിയ രീതിയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യമാണ് സുരേഷ് ഗോപിക്ക് എഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായി ഇപ്പോൾ ഞാൻ കാണുന്നത് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ സാധ്യത VS സുനിൽകുമാറിന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അവിടെ തൃശ്ശൂരിൻ്റെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂരിൻ്റെ എല്ലാ ഇടങ്ങളും പരിചിതമായ സുനിൽകുമാർ നേരിയ ലെവലിൽ കയറി വരും അവസാന നിമിഷം എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഇവിടെ ഇപ്പോൾ ഡിവൈഡഡ് ഒപ്പീനിയനാണ്. കാരണം അത്രയും ശക്തമായ മത്സരമാണ്. ഞാൻ അതിൽ കാണുന്ന റാഷിദ് പറഞ്ഞ ഒരു പോയിന്റിന് ഞാൻ വെയിറ്റേജ് കൊടുക്കുന്നത് അവിടുത്തെ ജനങ്ങളുമായി ജൈവ ബന്ധമുള്ള നേതാവാണ് സുനിൽകുമാർ. മറ്റ് 2 ആളുകളെക്കാൾ കൂടുതൽ അടുപ്പം സുനിലിനുണ്ട്. സുരേഷ് ഗോപിയുടെ ഗ്ലാമർ ആയിരിക്കില്ല, പക്ഷേ തൃശ്ശൂർ റൗണ്ടിൽ കണ്ടാൽ ആർക്കും സുനിച്ചേട്ടാ എന്ന് വിളിച്ച് തോളിൽ കൈയിടാനുള്ള പരിചയം സുനിൽകുമാറിനുണ്ട് എന്ന കാര്യം. അഭിലാഷ്, ഞാൻ ഒരു കാര്യം, ഞാനിത് കൃത്യമായ ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിൽ ജയിക്കുന്ന ഒരു സീറ്റ് BJPക്ക് ഉണ്ടെങ്കിൽ അത് തൃശ്ശൂരായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയൂ. അവിടെ സുനിലിനും സുരേഷ് ഗോപിക്കും ഇടയിൽ നിൽക്കുമ്പോൾ മുരളീധരനെ മറക്കണ്ട. മുരളീധരന് കൃത്യമായി കയറി വരാൻ പൊട്ടൻഷ്യലുള്ള ലീഡർ തന്നെയാണ്. അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ തൃശ്ശൂരിൽ ഇത്തവണ അത് സാധിക്കുമോ എന്ന കാര്യത്തിലാണ് സംശയം. മുരളീധരൻ കോൺഗ്രസിന് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന പാൻ കേരള സ്വാധീനമുള്ള നേതാവാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളാണ് മുരളീധരൻ. പക്ഷേ തൃശ്ശൂരിലെ ഇത്തവണത്തെ കോൺടെക്സിൽ എത്രമാത്രം എന്നുള്ളത് എന്നെ അതിൽ കുറച്ച് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും മുരളീധരൻ ഇടയിൽ പറഞ്ഞിരുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പല ആരോപണങ്ങൾ. ഇന്ന് അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു മുരളി അത്ര കോൺഫിഡന്റ് അല്ല. മുരളി കോൺഫിഡന്റ് അല്ല അദ്ദേഹത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഏറ്റവും അവസാനം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ കിട്ടിയത് സുനിലിനാണ്. കാരണം ഏറ്റവും അവസാനമായപ്പോഴത്തേക്ക് സുനിലാണ് ജയിക്കാൻ സാധ്യത എന്ന് ഉള്ള ഒരു ഇംപ്രഷൻ ആ സമുദായത്തിനിടയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് സ്പ്രെഡ് ചെയ്തതിന്റെ കൂടി ഭാഗമായാണ് അങ്ങനെ വോട്ട് പോയെന്ന് പറയുന്നു. പക്ഷെ സുനിൽ ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇപ്പൊ BJP കഴിഞ്ഞ പാടെ അവിടെ ചുമതല ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട BJP നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം മുസ്ലിം വോട്ട് കൺസോളിഡേറ്റഡ് ആയിട്ട് സുനിലിന് കിട്ടിയില്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ സുനിൽ ജയിക്കുമെന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻപുട്ട് അനുസരിച്ച് ആണെങ്കിൽ കുറച്ചധികം വോട്ട് കിട്ടിയേക്കാം. പക്ഷേ എന്നാലും എൻ്റെ ഒരു ധാരണ ഒരു സ്പ്ലിറ്റ്, അത് വെർട്ടിക്കൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വോട്ടുകളും അതുപോലെ നിർണായകമായി. അതെ, അത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. എന്തായാലും അതുകൊണ്ട് നമുക്ക് തൃശ്ശൂരിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഊഹവും ഇപ്പൊ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന് തൃശ്ശൂരിനെ കുറിച്ച് നമുക്ക് നിശ്ചയമായും പറയാം. അതാണ് തൃശ്ശൂർ.